നമസ്കാരം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കവേ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം കടുകട്ടിയാകുന്നു. എംപിമാർ മത്സരിക്കാൻ തയ്യാറെടുത്തു രംഗത്തു വന്നതോടെയാണ് ഹൈക്കമാൻഡും പ്രതിസന്ധിയിലായത്. എംപിമാരെ മത്സരിപ്പിക്കാൻ തയ്യാറായാൽ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയസാധ്യത കൂടുതലാണ് താനും. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ളവർക്ക് ഇതിൽ താൽപര്യക്കുറവാണ്. ഇതോടെ ഏതൊക്കെ എംപിമാർക്ക് ഹൈക്കമാൻഡ് മത്സരിക്കാൻ പച്ചക്കൊടി കാണിക്കുമെന്നാണ് അറിയേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ മത്സരിച്ചാൽ കളത്തിലിറങ്ങാൻ കൂടുതൽ എംപിമാർ രംഗത്തുണ്ട്. കെ. സുധാകരനും അടൂർ പ്രകാശിനും പിന്നാലെ മത്സര സന്നദ്ധത അറിയിച്ച് നേരത്തെ മുതൽ രംഗത്തുള്ളവർ ധാരാളമുണ്ട്. കെ. സുധാകരൻ സീറ്റിനായി വലിയ വാശിയിലാണ്. സുധാകരൻ സീറ്റ് നിഷേധിച്ചാൽ അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയും ശക്തമാണ്. എം.കെ. രാഘവനും കൊടിക്കുന്നിലും ഷാഫി പറമ്പിലും മത്സരിക്കാൻ താൽപര്യവുമായി രംഗത്തുണ്ട്. ഇതോടെ കടുത്ത അതൃപ്തിയുമായി സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിപക്ഷ നേതാക്കളും രംഗത്തെത്തി. എംപിമാരെ മത്സരിപ്പിക്കേണ്ടെന്ന നിലപാട് തെരഞ്ഞെടുപ്പ് സമിതിയെയും അറിയിക്കും. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ചേരും. ഹൈക്കമാൻഡ് നേതാക്കളുമായി ചർച്ച നടത്തി ആദ്യഘട്ട പട്ടികയിൽ അന്തിമ ധാരണയിലെത്തും. പരമാവധി 60 സ്ഥാനാർത്ഥികളെ ആദ്യ പട്ടികയിൽ പ്രഖ്യാപിക്കുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് തീരുമാനം വന്നേക്കും. പെരുമ്പാവൂർ, സുൽത്താൻ ബത്തേരി സീറ്റുകളിലും സിറ്റിംഗ് എംഎൽഎമാർ മത്സരിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. എംപിമാർ മത്സരിച്ചേക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകും. സ്ഥാനാർത്ഥിത്വം ആരും സ്വയം പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സിറ്റിംഗ് എംഎൽഎമാർ, സംവരണ സീറ്റുകൾ, ഒറ്റപ്പേര് മാത്രമുള്ള മണ്ഡലങ്ങൾ എന്നിവ ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടിയേക്കും. 20 സിറ്റിംഗ് സീറ്റുകളിലടക്കം 40 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. സംവരണ മണ്ഡലങ്ങൾ, ഒറ്റപ്പേര് മാത്രമുള്ള മണ്ഡലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് 40 സീറ്റ്. ബാക്കിയുള്ള 20 സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നിലവിൽ കോൺഗ്രസിലെ ധാരണ. എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നതിൽ ഹൈക്കമാൻഡ് വിയോജിപ്പ് അറിയിച്ചിട്ടും ചില മുതിർന്ന നേതാക്കളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം കോൺഗ്രസിന് തലവേദനയാണ്. ഒരു വട്ടം പരിഗണന ലഭിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും അർഹരുടെ അവസരം നഷ്ടപ്പെടുത്തുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. എംപിമാർ നിയമസഭയിലേക്ക് വിജയിച്ചാൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വരുന്നത് പാർട്ടിക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഭാരമാകും. പരാജയപ്പെട്ടാൽ ലോക്സഭയിൽ പാർട്ടിയുടെ അംഗസംഖ്യ കുറയാൻ സാധ്യതയുള്ളതിനാൽ സിറ്റിംഗ് എംപിമാരെ നിയമസഭയിലേക്ക് മാറ്റുന്നത് ബുദ്ധിയല്ല എന്നാണ് വിലയിരുത്തൽ. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ കർശന നിർദ്ദേശത്തിന് വിരുദ്ധമാണ് എംപിമാരുടെ നീക്കം. ഹൈക്കമാൻഡ് വിലക്ക് നിലനിൽക്കെ മുതിർന്ന നേതാക്കൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങളിൽ തങ്ങൾക്കുള്ള സ്വാധീനം വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ഇവരുടെ വാദം. ഇത് ഗ്രൂപ്പ് പോരിലേക്കും സീറ്റ് തർക്കത്തിലേക്കും നയിക്കുമോ എന്ന ആശങ്ക സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. എംപിമാരുടെ സമ്മർദ്ദതന്ത്രം ഹൈക്കമാൻഡ് എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ചാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ സ്വഭാവം. മുതിർന്ന നേതാക്കളുടെ ഒറ്റയാൾ നീക്കങ്ങളിലും ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. പുതിയുഗ യാത്രയുടെ സമാപന ചടങ്ങിൽ ഒരു വിഭാഗം പ്രവർത്തകർ ചില നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇക്കാര്യം രാഹുൽ ഗാന്ധി പരസ്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു.